കോഴിക്കോട് പന്തീരങ്കാവിൽ സ്വകാര്യ ബാങ്കിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ അന്വേഷണം ഊർജിതമാക്കാൻ പോലീസ്. തട്ടിപ്പ് നടന്ന് 2 ആഴ്ച പിന്നിട്ടിട്ടും തട്ടിയെടുത്ത 40 ലക്ഷത്തിൽ 39 ലക്ഷം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രതികളെ നുണപരിശോധനയ്ക്കടക്കം വിധേയരാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. രാമനാട്ടുകരയിലെ ഇസാഫ് ബാങ്കിന്റെ 40 ലക്ഷം രൂപ കവർന്ന കേസിലാണ് അന്വേഷണം പാതി വഴിയിൽ നിൽക്കുന്നത്. പ്രധാന പ്രതി ഷിബിൻലാലിൽ നിന്ന് 55,000 രൂപ മാത്രമാണ് പോലീസിന് കണ്ടെത്താനായത്. ഷിബിൻലാലിന്റെ ഭാര്യ കൃഷ്ണരേഖ, ബന്ധുക്കളായ ദിനാരാജു, കുട്ടാപ്പി എന്നിവരെയും കഴിഞ്ഞ ദിവസം പോലീസ് പ്രതി ചേർത്തിരുന്നു. ഷിബിൻലാലിന്റെ കൂടെ ഇസാഫ് ബാങ്കിൽ പോയി തനിക്ക് പന്തീരങ്കാവ് ഗ്രാമീൺ ബാങ്കിൽ 10 ലക്ഷം ഗോൾഡ് ലോൺ ഉണ്ടെന്ന് വ്യാജ സത്യവാങ്മൂലം കൃഷ്ണരേഖ നൽകിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. അക്ഷയ ഫിനാൻസിൽ 40 ലക്ഷത്തിന്റെ ഗോൾഡ് ഉണ്ടെന്നും ടേക്ക് ഓവർ ചെയ്യാനെന്നും കാണിച്ച് തട്ടിപ്പിന് 2 ദിവസം മുമ്പ് കൃഷ്ണരേഖ പുതിയ അക്കൗണ്ടും എടുത്തിരുന്നു. പ്രതിയാണെന്നറിഞ്ഞിട്ടും ഷിബിൻലാലിനെ രക്ഷപ്പെടാൻ സഹായിച്ചതാണ് മറ്റു 2 പേർക്കുമെതിരെയുള്ള കുറ്റം. ബാങ്കിൽ നിന്ന് പന്തീരങ്കാവിലെ അക്ഷയ ഫിനാൻസ് എന്ന സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന പണമായിരുന്നു കവർന്നത്. ബാങ്ക് ജീവനക്കാരെ കബളിപ്പിച്ച് പണവുമായി സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു. തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് ബാങ്ക് ജീവനക്കാരാണെന്നും അതിന്റെ കമ്മീഷനായി ലഭിച്ച തുകയാണ് 55,000 എന്നുമാണ് ഷിബിൻലാൽ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ബാങ്ക് ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്തതിൽ നിന്നും കേസ് വഴിതിരിച്ചുവിടാനുള്ള തന്ത്രമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പണം മറ്റാരുടെയോ കയ്യിൽ പ്രതി ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഈ സാഹചര്യത്തിലാണ് പ്രതികളെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ജനം, കോഴിക്കോട്.